നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്റ്റേ സേഫ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇത് 21-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ നമുക്ക് ആളുകളെ മീറ്റ് ചെയ്യാനും ലൈംഗിക ബന്ധത്തിലേർപ്പെടാനും വളരെ എളുപ്പമാണ്. ഈ സോഷ്യൽ മീഡിയയുടെയും ഡേറ്റിംഗ് ആപ്പുകളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ക്രൂസിംഗ് പ്ലേസുകൾ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ലൈംഗിക തൊഴിലാളികളും നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അല്ലേ. നമുക്കൊരു സ്വൈപ്പ് റൈറ്റിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പം അങ്ങനെ എളുപ്പമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലൈംഗിക രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് HIV, സിഫിലിസ് പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിസ്വാതന്ത്ര്യമാണ് അല്ലേ. പക്ഷേ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ മാത്രം കടമയാണ്. നമ്മൾ എൻജോയ് ചെയ്യുന്നതും എൻജോയ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ നമ്മുടെ കാര്യമാണ്. അത് പക്ഷേ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജോലി ചെയ്യാനും പഠിക്കാനും അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാനും നല്ലൊരു ജീവിതം ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, 5 മിനിറ്റത്തെ സുഖമല്ല, നമ്മുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യാം. അപരിചിതരായ ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും ബ്ലൈൻഡ് ഡേറ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ക്രൂസിംഗ് പ്ലേസിലൊക്കെ കണ്ട് ഡേറ്റ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൊട്ടക്ഷൻ. എന്ന് വെച്ചാൽ കോണ്ടം, ജെനിറ്റൽ ഡാംസ്, പ്രപ്പ് പോലെയുള്ള ലൈംഗിക രോഗ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് ലൈംഗിക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് എല്ലാത്തരം സെക്ഷൽ ആക്ടിവിറ്റികൾക്കും ബാധകമാണ്. അതായത് വജൈനൽ, ഏനൽ, ഓറൽ സെക്സ് ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടം കൃത്യമായിട്ട് ഉപയോഗിക്കണം. രണ്ടാമത്തത് ശരിയായിട്ടുള്ള പരിശോധന. നമുക്ക് ഒരു രോഗലക്ഷണം ഇല്ലെങ്കിൽ പോലും ഒന്നിലധികം പങ്കാളികളുള്ളവർ എന്ന് വെച്ചാൽ റിസ്ക് കൂടുതലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളും കൃത്യമായ ഇടവേളകളിൽ ലൈംഗിക പരിശോധന ചെയ്യാം. സ്ഥിരമായിട്ടാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ചെയ്യണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും 6 മാസത്തിലൊരിക്കൽ കൃത്യമായിട്ട് ലൈംഗിക പരിശോധനകൾ ചെയ്യണം. എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ത്വക്ക് രോഗ വിദഗ്ധനുമായിട്ട് കൺസൾട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുന്നതിനും അതിൻ്റെ ചികിത്സ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ അസുഖത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനും സഹായിക്കും ഇത്. അപ്പോൾ ശരിയായിട്ടുള്ള 6 മാസത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ലൈംഗിക പങ്കാളികളോട് നമ്മൾ ഓപ്പണായും ആത്മാർത്ഥമായിട്ടും നമ്മുടെ സെക്ഷൽ ഹിസ്റ്ററിയെയും ടെസ്റ്റിംഗ് സ്റ്റാറ്റസിനെ പറ്റിയും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നാലാമത്തെ കാര്യമാണ് റിസ്ക് ഫാക്ടേഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിലധികം ലൈംഗിക പങ്കാളികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ലൈംഗിക ബന്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിരോധിച്ച മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലൈംഗികമായി പകരുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെയുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ കോണ്ടം ഉപയോഗിച്ച് സുരക്ഷിതമായ രീതിയിൽ മാത്രം ഏനൽ, വജൈനൽ, ഓറൽ സെക്സുകൾ ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിനേഷനാണ്. എന്ന് വെച്ചാൽ HPV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് നല്ലൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് വാക്സിൻ എടുക്കുന്നതും നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ വാക്സിനുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചികിത്സ ആറാമത്തെ പോയിന്റ് ചികിത്സ തന്നെയാണ്. എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക. ഞാൻ പറഞ്ഞു HIV ആണെങ്കിൽ പോലും നമുക്ക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കതിന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ലൈംഗിക രോഗം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ലൈംഗിക രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം അതിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ഓൾറെഡി ഒബ്വിയസ്ലി കേടാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ചികിത്സ തേടുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് നേടുക. ഏഴാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് നമുക്ക് അറിവ് നേടുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓരോ ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ട് ഞാനിവിടെ
വ്യക്തമായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പോയി റെഫർ ചെയ്യാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ്, എന്ന് വെച്ചാൽ മുറി അറിവുകളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അറിവുകളും നമ്മളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുമെങ്കിലും ശരിയായിട്ടുള്ള അറിവുകൾ നേടുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പം കൃത്യമായിട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കിയിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ആ രോഗങ്ങളെ പറ്റി മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ചിട്ട് പ്രൊട്ടക്ഷൻ്റെ അളവും തോതും ഒക്കെ കൂട്ടുക. അപ്പം കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ കാണിക്കേണ്ട ആത്മാർത്ഥതയാണ് നമ്മൾ സുരക്ഷിതമായി കോണ്ടം ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അതിപ്പോൾ ഓറൽ സെക്സിൽ കോണ്ടം ഇടണം. അപ്പം പല ആളുകളും പല കാര്യങ്ങളും പറയാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സംശയങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്ത് പോകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റേ സേഫ് ചാനൽ. ബൈ.